ഹലോ ഗായ്സ്, എൻ്റെ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത് ഞങ്ങൾ ആതിരപ്പള്ളി വാഴച്ചാണി വന്നിട്ടില്ല കേട്ടോ, എത്തിയിട്ടില്ല. നമ്മളിപ്പോ ഈരാറ്റുമുഖത്താണ് നിൽക്കുന്നത്. വാട്ടർഫാൾസിന്റെ സൈഡിലാണ്. ആനയൊക്കെ ഇറങ്ങാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഗൈസ്, ഞങ്ങളിപ്പോൾ വന്നെത്തിയതേ ഉള്ളൂ. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് വ്ലോഗ് എടുക്കാൻ പറ്റിയില്ല. ഇതാ കേട്ടോ എൻ്റെ മമ്മി. അപ്പോൾ നമ്മളിങ്ങനെ ഇന്ന് ഫുള്ള് നമ്മൾ ഔട്ടിംഗ് ആണ് ഗൈസ്. എൻ്റെ അനിയനുണ്ട്, ഞങ്ങളെല്ലാവരും ഉണ്ട് ഗൈസ്. അങ്ങനെ നമ്മളിപ്പോൾ ആതിരപ്പള്ളി വാട്ടർഫാൾസിലെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ആതിരപ്പള്ളി വാട്ടർഫാൾസ് എത്തിയിട്ട് നോക്കിയിട്ട് ഇവിടെ ഫുള്ള് നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്ക്. പപ്പ അവിടെ ടിക്കറ്റൊക്കെ എടുക്കാൻ പോയി. കാരണം നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് നമ്മൾ പിന്നെ നടന്ന് പൊക്കോണ്ടിരിക്കുക കേട്ടോ. ഗൈസ്, നമ്മളിപ്പോൾ ആതിരപ്പള്ളിയിലെത്തി. ആതിരപ്പള്ളി ഞങ്ങളുടെ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക ഗൈസ്. ഗൈസ്, ഞങ്ങളിങ്ങനെ നടന്ന് പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മളിനി ആതിരപ്പള്ളി ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിലോട്ട് നടന്ന് പൊക്കോണ്ടിരിക്കുക ഗൈസ്. ഞങ്ങൾ നടന്ന് പോവുക ഗൈസ്. നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ്. കുറേ ആൾക്കാരുണ്ട് ഗൈസ്. തമിഴ് പറയുന്നവരുണ്ട്, മലയാളം പറയുന്നവരുണ്ട്, അതെ, തമിഴ് അറിയാൻ മേലാത്തവരുണ്ട്. നമ്മളിങ്ങനെ നടന്ന് വെള്ളച്ചാട്ടം കാണാൻ പോകണം ഗൈസ്. കണ്ടിട്ടുണ്ട് കുറേ, പക്ഷേ ഇതിപ്പോൾ നമ്മുടെ ചേച്ചിയുടെ ഓഫറായിരുന്നു. ചേച്ചിയുടെ വക ഒരു പിക്നിക്ക്, 1 ഡേ ട്രിപ്പ്. അവരൊക്കെ പയ്യെ നടന്ന് വരുന്നേ ഉള്ളൂ ഗൈസ്. കൊരങ്ങന്മാര് പോടാ ഗൈസ്. കൊരങ്ങനെ കണ്ടോ? നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഇവിടെ കാണുന്നുണ്ട്. എൻ്റെ അനിയൻ പറയുമോ ഗൈസ്, ഇത് ഞാൻ ഇരിക്കുന്നത്. ഇത് കണ്ടോ, അവിടെ ഇരിക്കുന്ന കണ്ടോ ഒരാള്? കണ്ടോ അലൻ തോമസ് ഇരിക്കുന്നത് കണ്ടോ? വരുന്നത് കണ്ടോ അതാരാന്ന് നിങ്ങൾ കാണുന്നുണ്ടോ? സായിപ്പ് ഗൈസ്, സായിപ്പ്. അങ്ങനെ നമ്മൾ എവിടെയോ എത്തി ഗൈസ്. നമ്മൾ നടന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ നമ്മളിപ്പോൾ മെയിൻ വെള്ളച്ചാട്ടം അപ്പുറത്ത് നമ്മൾ കണ്ടായിരുന്നു, പക്ഷെ നമ്മൾ ആ വഴി പോകാണ്ട് നമ്മൾ ഇവിടെയാണ് എത്തിയിരിക്കുന്നത്. മെയിൻ വെള്ളച്ചാട്ടം അവിടെ എവിടെയാണ് ഗൈസ്, അവിടെ എവിടെയോ. കല്ലും മുള്ളും നിറഞ്ഞ പാതയിലൂടെ ഞങ്ങൾ നടന്ന് പൊക്കോണ്ടിരിക്കുകയാണ് ഗൈസ്. പുള്ളി നേരെ പോവാണ് ഗൈസ്. പുള്ളിക്ക് ഒന്നും അറിയണ്ട. പുള്ളി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അതാണ് ഗൈസ് വെള്ളച്ചാട്ടം. പക്ഷെ അതിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അത് ഞങ്ങൾ വേറൊരു സ്ഥലത്തു നിന്ന് കണ്ടായിരുന്നു, പക്ഷെ എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. നമ്മൾ നടന്ന് കുറെ കല്ലും വിളുന്നാണ്ട്. അതെ, ഇപ്പൊ പറ്റുന്നില്ല ഗൈസ്. എന്തോ ചെയ്യാനാ? അവർ രണ്ടുപേരും എന്നെ കൂട്ടാണ്ട് പോകുന്നതുണ്ടോ? മൈൻഡ് പോലും ഇല്ല. ബ്ലഡി ഫൂൾസ്. കൂടെ വരാൻ ഞാൻ വേണം, പക്ഷെ കൂട്ടിക്കൊണ്ട് പോകാൻ എന്നോട് ആരും ഇല്ല ഗൈസ്. ഞാൻ ഒറ്റപ്പെട്ടു പോയി. ആ ബ്ലഡി ഫൂൾസ് എന്നെ കൂട്ടാണ്ട് പോണു ഗൈസ്. ഞാൻ അവരുടെ പുറകെ പൊക്കോണ്ടിരിക്കുകയാണ്. ഒന്നും അറിയാത്ത പോലെ നിൽക്കുന്നുണ്ടല്ലേ. അങ്ങനെ നമ്മൾ ഇവിടെ വന്നിരിക്കുവാണല്ലോ. നമ്മൾ റെസ്റ്റ് എടുക്കാൻ വന്നിരിക്കുവാണ്. ഞങ്ങളെല്ലാവരും ഉണ്ട്. മമ്മിയൊക്കെ നടന്ന് മടുത്തു ഗൈസ്. അവളെ കാണിക്കും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവളെ കാണിച്ചു. ഞങ്ങൾ നടന്ന് മടുത്തു. ഞങ്ങളപ്പോൾ ഇവിടെ വെറുതെ ഇരിക്കുവാണ്. ഇവിടെ എന്തോരം പേരാ വരുന്നതെന്ന് അറിയുമോ? കുറേ പേരുണ്ട്. എൻ്റെ വ്ളോഗിങ് കണ്ടിട്ട് എൻ്റെ അപ്പനും അമ്മയും ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ് ഗൈസ്. ഷോക്കായിപ്പോയി. അങ്ങനെ
അങ്ങനെ ഞങ്ങൾ തിരിച്ച് കയറി പോവാ ഗൈസ്. ഈ മലയൊക്കെ കയറി പോവാ. മമ്മീനെ പിടിക്കാൻ പപ്പായുണ്ട്, മുത്തിനെ പിടിക്കാൻ അലങ്കൂട്ടനുണ്ട്, എന്നെ പിടിക്കാൻ ആരുമില്ല. എന്തോ ചെയ്യാനാ? ഞാൻ പുറകെ അവരുടെ വീഡിയോയും എടുത്ത് കയറി പോവാ ഗൈസ്. എന്നെ ഒന്ന് തിരിഞ്ഞ് നോക്കുന്ന പോലും ഇല്ലല്ലോ അവര്. എന്താ അങ്ങനെ? അവർ ഐസ്ക്രീം തിന്നോണ്ടിരിക്കുക. പപ്പായുടെ ഐസ്ക്രീം മമ്മി ബാക്കി കഴിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് ചുമയും ജലദോഷമൊക്കെ ആയതുകൊണ്ട് ഞാൻ കഴിച്ചില്ല കേട്ടോ. ഞാൻ നല്ല സ്പ്രൈറ്റ് മേടിച്ചു. ഇവിടെ നല്ല തിരക്കാ, കുറേ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. ഇതേ ഞങ്ങളുടെ കൊച്ചു ഐസ്ക്രീം തരുന്നാട്ടോ ഗൈസ്. ഞങ്ങളുടെ കൊച്ചു ഐസ്ക്രീം, ഞങ്ങളുടെ കുഞ്ഞുമാവ അമൂൽ ബേബി, ഞങ്ങളുടെ അമൂൽ ബേബി. ഇത് 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 എന്ത് തിരക്കാന്നറിയാമോ? എന്തോരം പേരാ വരുന്നെന്ന് കാണുന്നുണ്ടോ നിങ്ങൾ? നോക്കൂ നോക്കൂ നോക്കൂ, ദേ എന്റെ സഹോദരങ്ങൾ നിൽക്കുന്ന കണ്ടോ? ഒന്നിവള്, ഒന്നവൻ. ഗൈസ് നോക്കൂ ഗൈസ്, അങ്ങനെ ഞങ്ങൾ വന്നിട്ട് ആനേനെ കണ്ടില്ല എന്ന് പരാതി മാറിക്കിട്ട് ഞങ്ങൾ ആനേനെ കണ്ടു. അമ്മയും കുഞ്ഞുങ്ങളുമാണ് അത്, അമ്മയും കുഞ്ഞുങ്ങളും. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചോട്ടോ. അതിൻ്റെ ഒന്നും വ്ളോഗ് എടുക്കാൻ പറ്റിയില്ല കേട്ടോ, ഞാൻ ഫുഡിൻ്റെ തിരക്കിലായിപ്പോയി ഗൈസ്. അപ്പം നമ്മളിപ്പം ഷോളയാർ ഡാമിൽ വന്നിക്കോണം. നോക്കൂ, ഷോളയാർ ഡാം. നമ്മൾ ഒരു നീല കണ്ണാടി വെച്ച് ചേട്ടനിരിക്കുന്നുണ്ട് ഗൈസ്. ഇത് ഷോളയാർ ഡാമാണ്. ഇവിടെ നോ എൻട്രി എന്നാണ് കാണിക്കുന്നത്, പക്ഷെ നമുക്ക് കയറാൻ പറ്റുമെന്ന് അറിയത്തില്ല. അവിടെ ആൾക്കാരൊക്കെ ഇരിപ്പോട്ട് നമുക്ക് നോക്കാം. ഇതാണ് ഷോളയാർ ഡാം, കണ്ടോ? ഇതാണ് ഷോളയാർ ഡാം. ഇതിൻ്റെ വെള്ളം കണ്ടോ ഗൈസ്? വെള്ളം കിടക്കുന്ന കണ്ടോ? ആരെ പോകട്ടെ ഗൈസ്, ഞാനും പപ്പായും തമ്മിൽ ഉടക്കാണ്. പപ്പ എന്നെ വഴക്ക് പറഞ്ഞു ഗൈസ്, അതുകൊണ്ട് ഞാൻ മിണ്ടുന്നില്ല കേട്ടോ. ഇതെന്നെ ഇത് അപ്പടി പുല്ലൊക്കെയാ. നോക്കി, നല്ല രസമില്ലേ? ഇവരൊക്കെ കയറി പോകുന്നു, നമുക്കും പുറകെ പോകാം. ഇവരൊന്നും മൈൻഡ് പോലും ചെയ്യുന്നു, തിരിഞ്ഞിട്ട് പോലും നോക്കുന്നില്ല പുറകിലുണ്ടോന്ന് പോലും. എന്താണോ എന്തോ, സ്നേഹവും ഇല്ല. നോക്ക്, ഫുൾ പച്ചപ്പാണ് ഗൈസ്. നിങ്ങളൊക്കെ വരണം കേട്ടോ. ഇവിടെ വാളയാർ പോകുന്ന റൂട്ടിൽ തന്നെയാണ് ഷോളയാർ ഡാം. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഈ ഏരിയ ഫുള്ള് പച്ചപ്പാണ്. ആ താഴെ അതൊക്കെ പാർക്കാം, പക്ഷെ ആരെയും കാണുന്നില്ല. നീ ഡാം കാണിക്കട്ടെ? ഡാം കാണിക്കാവേ. ചേട്ടൻ ഫോട്ടോഷോട്ട് എടുക്കുക ഗൈസ്. ഇത് കണ്ടോ, ഡാം കണ്ടോ? ഷോളയാർ ഡാം. ഇത് രണ്ട് ആട്ടിൻ കുഞ്ഞുങ്ങൾ ഇത് കണ്ടോ? അവിടെ ആട്ടിൻ കുഞ്ഞുങ്ങൾ. നല്ല രസമുണ്ടല്ലേ? നിങ്ങളൊക്കെ വരണം കേട്ടോ. ഓ, അവിടെ കപ്പിൾസ് ഫോട്ടോഷൂട്ട് എടുക്കുവാണ്. കപ്പിൾസ് പാവം തന്നെ ഒറ്റപ്പെട്ടിരിക്കുന്നു. ഇത് പിന്നെ എവിടെ പോയിരുന്നാലും ഫോട്ടോഷൂട്ട്. ഇത് ക്യാമറമാൻ. ഇങ്ങനെ നമ്മൾ ഷോളയാർ ഡാമിൻ്റെ സൈഡിൽ വന്നിരിക്കുവാണ്. നമ്മുടെ ഒന്നും ഫോട്ടോ എടുക്കാൻ ആരുമില്ല ഗൈസ്. ഇവിടെ ചിന്നുവും പപ്പായും തമ്മിൽ അടിയാണ് ഗൈസ്. നമ്മുടെ കൊടുത്തിട്ടാണ് ഫുഡ് കഴിച്ചത്. ചിന്നു അത് അറിയാതെ പപ്പായോട് പോയി പറഞ്ഞു. നമ്മുടെ ഒന്നും ഫോട്ടോ എടുക്കാൻ ആരുമില്ല ഗൈസ്. നമ്മുടെ ഒന്നും ആർക്കും വേണ്ട. ഇവിടെ ഫോട്ടോഷൂട്ടിന് ഇരിക്കുന്ന കുറേ എണ്ണങ്ങളുണ്ട്. എന്തിനാണോ എന്തോ എനിക്കറിയാൻ പാടില്ല. എന്തിനോ ഗൈസ്, എൻ്റെ അപ്പൻ എന്നെ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്തോണ്ടിരിക്കുവാണെങ്കിൽ. കാണുന്നുണ്ടോ നിങ്ങൾ? കാണുന്നുണ്ടോ ഗൈസ്? നിങ്ങൾ കാണുന്നുണ്ടോ? ഇതാണ് തേയിലത്തോട്ടം. അതിനകത്ത് വെള്ളപ്പശുക്കളെ കണ്ടോ? പുള്ളി വെള്ളപ്പശുക്കളെ കണ്ടോ? അതാണ് മുത്ത്. നല്ല രസമുണ്ടല്ലേ? ഫുള്ള് പച്ചപ്പാണ് ഗൈസ്. ഫുൾ തേയിലത്തോട്ടമാണ്. ഫുൾ തേയിലത്തോട്ടം. ഹായ്, കണ്ടോ? നിങ്ങൾ കണ്ടോ? തേയിലത്തോട്ടം കണ്ടോ? ഇവരെ എന്താ ഗൈസ് ഞാൻ ചെയ്യേണ്ടത് എനിക്കറിയത്തില്ല. എവിടെയെങ്കിലും വണ്ടി നിർത്തി അപ്പം ഇറങ്ങി ഫോട്ടോ എടുക്കാൻ വന്ന് നിന്നോളും, പോസ്റ്റ് ചെയ്ത് നിന്നോളും.
ഞാൻ മടുത്തു ഗൈസ്. നടന്നേ ആ തേയിലക്കകത്തോട്ട് പോയി കിടക്കുന്ന കണ്ടോ. ദേ അവർ നേരെ പോണു. അവരോട് പോവാ. എന്നോടൊരു വാക്ക് പറഞ്ഞില്ല, അവർ പോവാ. അങ്ങനെ ഞങ്ങളിങ്ങനെ പൊക്കോണ്ടിരുന്നപ്പോഴാണ് ഞങ്ങൾ അവിടെ ഒരാളെ കണ്ടത്. ആരത്? കരിങ്കുരങ്ങ്. അങ്ങനെ ഞങ്ങൾ കരിങ്കുരങ്ങിനെ കണ്ടു, മയിലിനെ കണ്ടു. എന്നിട്ട് ഞങ്ങൾ കുറേ സംഭവമൊക്കെ കണ്ടു കേട്ടോ. അത് ഞങ്ങളിങ്ങനെ പൊക്കോണ്ടിരിക്കും. ഭയങ്കര വളവെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയായിരുന്നു. നമുക്ക് മുകളിൽ നോക്കുമ്പോൾ താഴെ നിന്ന് വണ്ടി വരുന്നതൊക്കെ സൂപ്പറായിട്ട് കാണാമായിരുന്നു. നല്ല വളവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അടിപൊളിയായിരുന്നു. നല്ല സീനറിയും പച്ചപ്പും. നിങ്ങൾ കാണുന്നുണ്ടോ അതിലെ വണ്ടി പോകുന്നത്? വണ്ടി പോകുന്നത് ഇത് എന്തോരം ദൂരത്തുനിന്ന് ഞങ്ങൾ കാണിക്കുന്നതെന്ന് അറിയാമോ? കണ്ടോ? നിങ്ങൾ കണ്ടോ? ഇതെന്താ സീനറി നിങ്ങൾ കാണുന്നുണ്ടോ? നിങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ കമന്റ് ഇടും. ഇല്ല, നാളെ വരും. ഇപ്പൊ വരും. ഇപ്പൊ തന്നെ വരും. അങ്ങനെ നമ്മൾ ചായ കുടിക്കാൻ കയറി ഗായ്സ്. അപ്പം നമ്മൾ ചായ ഓർഡർ ചെയ്ത് ചായ വന്നു കേട്ടോ. ചായ വന്നേ ഉള്ളൂ. നല്ല ചൂട് ചായയാണ്. അപ്പോൾ അവരവിടെ ഉണ്ട്, മമ്മിയും പപ്പയും എൻ്റെ കൂടെ ഉണ്ട്. ഞങ്ങൾ ചായ കുടിക്കും. എല്ലാവർക്കും തലവേദനയ്ക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു. അങ്ങനെ നമ്മൾ തിരിച്ചു വരുന്ന വഴിക്ക് രാത്രി ഫുഡ് കഴിക്കാൻ വേണ്ടി ഇങ്ങനെ ഹോട്ടലൊക്കെ തപ്പി വരുവാണ്. അതിൻ്റെ ഇടയ്ക്ക് നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നല്ല രസമായിരുന്നു. അങ്ങനെ നമ്മളിവിടെ ചുരം ഗൈസ്, ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കടയിൽ കയറിയേക്കുവാണ്. ഞങ്ങളിപ്പോൾ രാത്രി തൃശ്ശൂരൊക്കെ ഇനി ഞങ്ങളിങ്ങ് പോകുന്നതായിരുന്നേ. എവിടെയാണെന്ന് എനിക്കറിയത്തില്ലേ. അപ്പം ഞങ്ങളിപ്പം ഫുഡ് കഴിക്കാൻ കയറിയേക്കുക. അപ്പം ഞങ്ങളിവിടെ വന്നപ്പോഴാണ് ഞങ്ങളത് കണ്ടത്. എന്ത്? ഞങ്ങൾ സീരിയൽ നടിയെ കണ്ടു. ആരാന്ന് ചോദിച്ചാൽ കനൽപ്പൂവ് സീരിയലിനകത്തെ ശിലങ്ക ഞങ്ങൾ കണ്ടു ഗൈസ്. ഞങ്ങൾ ചിരിച്ച് കാണിച്ചേട്ടോ, പക്ഷേ ഫോട്ടോ എടുക്കാനൊന്നും പറ്റിയില്ല. ഇപ്പോഴത്തേ ഞങ്ങളിവിടെ ഫുഡിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇവർക്ക് ഫുഡ് കിട്ടിയിട്ട് ഇവൾ കഴിക്കുന്നില്ല. അതേ ഞങ്ങളുടെ ചേട്ടൻ ഞങ്ങൾക്ക് ഫുഡ് കൊണ്ട് തന്നു ഗൈസ്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ എന്നെ ബാക്ക് സീറ്റ് കയറ്റി കേട്ടോ. അവരെല്ലാവരും കൂടെ എന്നെ ഡിക്കി കയറ്റി. അപ്പം ഞാൻ ഇനി കിടന്ന് ഉറങ്ങാൻ പോവാണേ. അങ്ങനെ നമ്മൾ ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റ് നിന്ന് നോക്കിയപ്പോൾ വീടെത്തി സമയം 12 മണി. അപ്പം ഇനി ഒന്നും പറയാനില്ല. ഗുഡ് ബൈ.